നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ദാമ്പത്യങ്ങളിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അത് പരിഹരിച്ച് മുൻപോട്ട് പോകുന്ന, വളരെ സന്തോഷത്തോടു കൂടി മുൻപോട്ട് പോകുന്ന ദമ്പതികളുണ്ട്. എന്നാൽ മുൻപോട്ട് പോകാൻ സാധിക്കാത്ത അത്രയും പ്രശ്നങ്ങളാണെങ്കിൽ രണ്ടുപേരും ഡിവോഴ്സായി സെപ്പറേറ്റ് ആയി തന്നെ ജീവിക്കുന്നവരുണ്ട്. എന്നാൽ പലരും അതിൽ പക പോക്കിക്കൊണ്ട് ഒരാൾ, അല്ലെങ്കിൽ അത് അവനോ അവളോ ആകട്ടെ, ഇനി മറ്റുള്ള ജീവിതകാലം വളരെ സന്തോഷത്തോടെ ജീവിക്കേണ്ട എന്ന് കരുതി കൊലപാതകം വരെ നടത്തുന്ന സംഭവങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ദമ്പതികൾ തമ്മിലുണ്ടായ ഒരു വഴക്ക് അത് ഭർത്താവിൻ്റെ മരണത്തിൽ കലാശിച്ചിരിക്കുകയാണ്. ദമ്പതികൾ തമ്മിലുണ്ടായ തർക്കത്തിനിടെ ഭാര്യ എറിഞ്ഞ മൊബൈൽ ഫോൺ തലയിൽ പതിച്ചാണ് ഒരു യുവാവിന് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്. 33 വയസ്സാണ് ഇയാൾക്ക് പ്രായം. വീടിനുള്ളിൽ നടന്ന വാക്കുതർക്കമാണ് അപ്രതീക്ഷിതമായ ദുരന്തത്തിൽ കലാശിച്ചത്. ദമ്പതികൾ തമ്മിൽ കടുത്ത വാക്കുതർക്കം നടക്കുന്നതിനിടെയാണ് ഭാര്യ ദേഷ്യത്തിൽ മൊബൈൽ ഫോൺ ഭർത്താവിന് നേരെ എറിഞ്ഞത്. ഫോൺ ഇയാളുടെ തലയിൽ ശക്തമായി പതിച്ചതിനെ തുടർന്ന് ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു. പരിക്കേറ്റയാളെ യുവതി തന്നെയാണ് ഉടൻ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ചികിത്സയ്ക്കിടെ മരിച്ചു. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഇയാളുടെ ആരോഗ്യനില മെച്ചപ്പെട്ടെന്ന് വ്യക്തമായതിനെ തുടർന്ന് ആദ്യം ഡോക്ടർമാർ ഡിസ്ചാർജ് ചെയ്തിരുന്നു. എന്നാൽ വീട്ടിലെത്തിയതിന് തൊട്ട് പിന്നാലെ വീണ്ടും വഷളാവുകയും ബന്ധുക്കൾ ഉടൻ തന്നെ വീണ്ടും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 2 ദിവസം മുമ്പ് ഗുരുതരമായ അസുഖം ബാധിച്ചതിനെ തുടർന്ന് മിശ്രയെ ആദ്യം ജില്ലാ ആസ്ഥാന ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതായി പോലീസ് പറഞ്ഞിട്ടുണ്ട്. ഭർത്താവ് തന്റെ മോട്ടോർ സൈക്കിൾ സുഹൃത്തിന് കടം കൊടുത്തതായി ഭാര്യ അറിഞ്ഞപ്പോഴാണ് ദമ്പതികൾക്കിടയിൽ തർക്കമുണ്ടായത്. തർക്കം അക്രമാസക്തമായി. തുടർന്ന് ഭാര്യ ദേഷ്യത്തിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് അയാളുടെ തലയിൽ അടിച്ചുവെന്നും എറിഞ്ഞെന്നും അയാൾ അബോധാവസ്ഥയിലായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാണ് ഏറ്റവും അടുത്ത ഒരു ബന്ധു പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. സംഭവത്തെ തുടർന്ന് യുവതിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. മുൻകൂട്ടി ആസൂത്രണം ചെയ്ത കൊലപാതകമല്ല നടന്നതെന്നാണ് പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. ദമ്പതികൾ തമ്മിലുണ്ടായ തർക്കത്തിനിടെ അപ്രതീക്ഷിതമായി സംഭവിച്ചതാണോ എന്ന് ഉൾപ്പെടെയുള്ള എല്ലാ സാധ്യതകളും പരിശോധിച്ച് വരികയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും മറ്റ് ശാസ്ത്രീയ തെളിവുകളും ലഭിച്ച ശേഷമാകും കേസിൽ തുടർ നടപടികൾ സ്വീകരിക്കുക എന്നും പോലീസ് അറിയിച്ചു. മരണത്തിന്റെ കൃത്യമായ കാരണവും സാഹചര്യവും കണ്ടെത്താനുള്ള ശ്രമത്തിലാണെന്ന് പോലീസ് പറഞ്ഞു. പ്രദേശവാസികളെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ് ഈ സംഭവം. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണെന്നും പോലീസ് പറഞ്ഞു. ഈ സംഭവം പ്രദേശവാസികളെ ഞെട്ടിക്കുകയും ഗാർഹിക തർക്കങ്ങൾ ചിലപ്പോൾ ഉണ്ടാക്കുന്ന ദാരുണമായ പ്രത്യാഘാതങ്ങളിലേക്ക് കൂടി വീണ്ടും വിരൽ ചൂണ്ടുക കൂടിയാണ് ഈ സംഭവം ചെയ്തിരിക്കുന്നത്. അന്വേഷണത്തിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് പറഞ്ഞിട്ടുണ്ട്. അപ്രതീക്ഷിതമായിട്ടുണ്ടായ ഒരു ആക്രമണത്തിൽ സംഭവിച്ചത് എന്നാണ് നിലവിൽ വരുന്ന വിവരങ്ങൾ. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് പോലീസ് വിശദമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്.